അസ്സലാമലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് സുന്ദരമായിട്ട് പോകുന്നുണ്ട്, ടെൻഷനൊന്നുമില്ലാണ്ട്. എല്ലാവരും നോമ്പ് എടുക്കാനൊക്കെ തയ്യാറായിട്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മളിവിടെ നോമ്പിനെ വരവേൽക്കാൻ പോവുകയാണ്. നമുക്കിനി ഒരു മാസം നല്ല രീതിയിൽ എല്ലാവർക്കും നോമ്പെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. നമുക്കും അതുപോലെ കഴിയട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പം ഇന്നലെ ലുലുന്ന് മേടിച്ച നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ കോലം കണ്ടില്ലേ? വെറുതെ ക്യാഷ് പോയി. എത്ര 500-600 എത്ര രൂപ ഉണ്ടായിരുന്നു കേട്ടോ. അത് പോയി കിട്ടി. അവനക്ക് സന്തോഷമില്ലാണ്ടായി, അതാണ് ഒന്നാമത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒന്ന് അവിടുന്ന് തുറന്ന് യൂസ് ആക്കി നോക്കുക. എനിക്ക് അങ്ങനെ തോന്നുന്നു, അതാണ് നല്ലതെന്ന്. അപ്പോൾ ഫ്രണ്ട് ഏരിയക്ക് ഇതാ ക്ലീനാക്കാൻ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇതാ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടു കൂടി നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയൊക്കെ നമുക്ക് ഇഫ്താർ വ്ളോഗൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നാളത്തെ നോമ്പിന് വേണ്ടിയിട്ട്, ഇഫ്താറിനും എല്ലാറ്റിനും വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ നെയ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ലുലുന്ന്. അതിലൊന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട് കംപ്ലീറ്റ്. ഇനിയിപ്പോൾ ഇന്ന് ഉമ്മ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ മീൻ കഴിക്കില്ല. ഇപ്പോൾ ഉപ്പ മാത്രമേ കഴിക്കുള്ളൂ. കുട്ടികൾ കഴിക്കും കേട്ടോ, കൊടുത്താൽ കഴിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിലോട്ടുള്ള മസാലകളൊക്കെ റെഡിയാക്കുകയാണ്. എനിക്ക് നോമ്പിന് ഇങ്ങനെ മീനൊന്നും കഴിക്കില്ല കേട്ടോ, ഇഷ്ടമല്ല. ചിക്കനും മട്ടനും ബീഫൊക്കെ കഴിക്കും, മീൻ കഴിക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മീനിന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. നല്ലപോലെ കുഴച്ചെടുക്കുകയാണ്. 2.25 കിലോ ഉണ്ടായിരുന്നു മീൻ. അപ്പോൾ ഇന്ന് മാക്സിമം വറുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്ക നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുക. രാത്രി ഞാൻ വരുമ്പം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയിൽ വറുത്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ പോയേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കുരുമുളക് പൊടി ഇടാൻ പറഞ്ഞപ്പോൾ ഞാൻ വേഗം കുരുമുളക് പൊടിയൊക്കെ ഇട്ടു സെറ്റാക്കി. ഇനി ഓരോ മീനിങ്ങനെ എടുത്ത് മസാല കൂട്ടണം. കാരണം എല്ലാം കൂടെ ഇട്ട് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട്ലറ്റ് ആക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. ഉരുട്ടി അങ്ങ് ഫ്രൈ ചെയ്യേണ്ടി വരും, അങ്ങനെ ആവും. പക്ഷെ നല്ല ഫ്രഷാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു സ്പീഡിൻ്റെ കാര്യം പറഞ്ഞതാണ്, അല്ലാണ്ട് മീനിന് കുറ്റം പറഞ്ഞതല്ല കേട്ടോ. നല്ല ഫ്രഷായിരുന്നു. പേഴ്സണലി എനിക്ക് നെയ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. നെയ്മീൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ നോമ്പ് ടൈമിലായിരിക്കുമല്ലേ ഈ വ്ളോഗ് വരുന്നത്. എല്ലാവരും എന്നോട് ക്ഷമിക്കൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വ്ളോഗിലൊക്കെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാവും. നിങ്ങൾ തന്നെയല്ലേ എന്നോട് ഇടാൻ പറഞ്ഞ് കറക്റ്റ് 2 മണിക്ക്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫിഷൊക്കെ സെറ്റാക്കി ഞാൻ അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോറ് വയ്ക്കാം. ഉച്ചയ്ക്ക് എന്തായാലും ചോറ് വേണ്ടേ. അപ്പോൾ നമ്മുടെ പൊന്നി റൈസാണ്. ഏത് റൈസാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൊന്നിയുടെ ചാക്കിൽ പോയി നോക്കണമല്ലോ പഠിച്ചോനെ, ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ചാക്കിലൊക്കെ പോയി വന്നേക്കും കേട്ടോ. നോക്കിയിട്ട് KSS എന്നാണ് ഞാൻ ആ ചാക്കിൽ കണ്ടത്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ കുറേ തമിഴ് കണ്ടു, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണെന്നുള്ളത് അപ്പോൾ മനസ്സിലായി. ഇത്രയും കാലം മനസ്സിലായില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നു. എനിക്കറിയാം, തമിഴൊക്കെ ഞാൻ അതിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അരിയൊക്കെ ഇട്ട് ചോറ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഹറിനും കൂടെ, അതായത് അത്താഴത്തിനും കൂടെ നമുക്ക് എടുക്കാമല്ലോ. ഇവിടെ സഹറെന്നും പറയും കേട്ടോ. നിങ്ങളവിടെ സഹറെന്ന് പറയുമോ, പെൽച്ചാന്ന് പറയുമോ, പുലർച്ചാന്ന് പറയുമോ, അത്താഴെന്ന് പറയുമോ, എന്താ പറയുക കമൻറ്റ് ചെയ്യുക. നമ്മുടെ മലപ്പുറം സൈഡൊക്കെ ആയതുകൊണ്ട് എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ എല്ലാവരും പെൽച്ച പറയും. പുലർച്ചാന്നുള്ളതിന് ഷോർട്ട് ഫോം ആക്കുകയാണ്. പണ്ട് മുതലേ ഞങ്ങൾ ഷോർട്ട് ഫോം ആക്കാൻ വേണ്ടി ഭയങ്കര കേമന്മാരും കേമത്തികളുമാണ് കേട്ടോ. ഞങ്ങളുടെ ടൗൺ അലനല്ലൂർ എന്നാണ് കേട്ടോ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. പക്ഷേ കുറച്ച് ഏജായ ആൾക്കാരെ അല്ലല്ലൂർ പറയും. എന്താണ് അവർക്ക് ഷോർട്ട് ഫോം അത്ര ഈസി അല്ലേ പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ പുലർച്ചാന്നുള്ളത് പെൽച്ചാന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പണ്ട് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ സംഭവം എന്നൊക്കെ. പിന്നെയാണ് പുലർച്ച എന്നുള്ളതിന് ഇവർ ഷോർട്ട് ഫോം ആക്കിയതാണ്. അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാം കേട്ടോ. എന്തായാലും ഇവിടെ അത്താഴെന്നും പറയും, സഹറെന്നും പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വെജിറ്റബിളൊക്കെ മുറിച്ച് എടുക്കുകയാണ്. പിന്നെന്താണ്, ഇന്നലെ നമ്മുടെ ലുലു വ്ളോഗ് ആർക്കും അങ്ങ് പിടിച്ചില്ല എന്ന് തോന്നുന്നു. വലിയ വ്യൂ ഒന്നും കാണുന്നില്ല. ഇറ്റ്സ് ഓക്കെ, നമുക്ക് നോമ്പിന് ശരിയാക്കാം അല്ലേ. അപ്പോൾ ഇപ്പോൾ വോയിസ് ഓവർ ഞാൻ കൊടുക്കുമ്പോൾ നമ്മുടെ ചാനലിൽ എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സ് എത്രയുണ്ടെന്ന് പറയാം. എൻ്റെ മോൻ്റെ സ്കൂൾ ഫോട്ടോ ആണ് കേട്ടോ. ഇത് അവരുടെ ക്ലാസ് മാത്രം. ഇതിലവൻ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ. പിന്നെ 3 ക്ലാസ്സും കൂടെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്, കണ്ടില്ലേ.
എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ആരും വിഷമിക്കരുത്. ഓക്കെ, അപ്പോഴേക്കും ചോറായി. ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, തേങ്ങയൊക്കെ ഇതാ ചെറിയ ചെറിയ എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് 99693. ഓക്കെ, അതാണ് കേട്ടോ നമ്മുടെ. അതായത് ഇനി നമുക്ക് വേണ്ടത് വെറും 307. അത്ര മതിയില്ലേ? മതി. അത്രയും സബ്സ്ക്രൈബേഴ്സ് മതി കേട്ടോ. അയ്യോ, അതെപ്പോൾ ആകുമെന്ന് പഠിച്ചവനറിയാം. അങ്ങനെ നമ്മുടെ ചേച്ചിക്കുട്ടി ഇവിടെ നല്ല പോലെ ക്ലീനാക്കി തന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞാൻ പുല്ലൊക്കെ വലിച്ച് സൂപ്പറാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് നാളെ ഒന്നും അടിച്ച് വരേണ്ടി വരില്ല, അത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ചിരവിയെടുത്ത തേങ്ങ, നോമ്പ് തുടങ്ങിയില്ല അപ്പത്തിന് എനിക്ക് വെള്ളിയൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിരവിയെടുത്ത തേങ്ങനെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങക്കായ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപ്പിച്ചാറിൽ. കാരണം ഇനി അങ്ങോട്ട് അധികം കഷ്ണങ്ങളൊന്നും ആർക്കും വേണ്ടി വരില്ല. അപ്പോൾ ഉള്ള കഷ്ണം ഇട്ടിട്ട് പരിപ്പിച്ചാറുണ്ടാക്കിയെന്നുള്ളൂ. അങ്ങനെ ഉപ്പും വലിയിലേക്ക് ഇട്ട് അതങ്ങ് സെറ്റാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു തിളവന്ന് ഓഫാക്കുക. പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്ത് വെക്കുന്ന ഒരു കാര്യം ഇതാണ് കേട്ടോ. മസാലപ്പൊടി പാത്രം നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യമുള്ള മസാലകളൊക്കെ ഞാൻ അതിലോട്ട് അങ്ങ് സെറ്റാക്കി വെക്കണം. അപ്പം ഞാൻ ഈ പാത്രം ഇതൊന്ന് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ചെയ്യുന്നതിൻ്റെ ഇടയിൽ പൊടി എങ്ങാനും തൂവി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വീണ്ടും വൃത്തികേടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ അതിലോട്ട് നിറക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തത്. ഇതൊന്നും പോരാ കേട്ടോ, ഇനിയും വേണ്ടി വരും. എന്നാലും നമ്മൾ ആദ്യം ഇച്ചിരി ആക്കാം. ഇനി ആവശ്യം ഉണ്ടാകുമ്പോൾ വീണ്ടും നമുക്ക് സെറ്റാക്കാം. പിന്നെ വലിയ ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലെക്സ്. എന്തായാലും എനിക്കിത് അത്യാവശ്യമാണ് കേട്ടോ. ഏകദേശം സ്നാക്സിനൊക്കെ ഇപ്പോൾ ചില്ലി ഫ്ലെക്സ് വേണമല്ലോ. പിന്നെ ഗരം മസാല നിർബന്ധമല്ലേ, ഗരം മസാല പൊടിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാൻ ഇതിലോട്ട് ഇടുന്നില്ല, കാരണം ഒന്നാമത് പ്ലേറ്റല്ല ആ ഒരു സംഭവമില്ല. പിന്നെ മല്ലിപ്പൊടി അത്രയ്ക്ക് അങ്ങ് അത്യാവശ്യം ഇല്ല, സ്നാക്സിലേക്കൊന്നും അത്ര വേണ്ടല്ലോ മല്ലിപ്പൊടി. അതും കൂടെ ഞാൻ ഇതിലോട്ട് ഇടുന്നില്ല. പിന്നെ ഈ ബാക്കി വന്ന സാധനങ്ങളൊക്കെ, അതായത് നമ്മൾ ഇതിലോട്ട് കൊട്ടിയിട്ട് കവറിൽ ഇനിയും സാധനങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റിലാക്കിയിട്ട് അടച്ചു വയ്ക്കും. ഇത് നമ്മുടെ സ്പൈസസുകളാണ് കേട്ടോ, കടുക്, ജീരകം അങ്ങനത്തെ ഉള്ളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിനെ ഒന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ എണ്ണയും ആക്കിയിട്ടില്ല, ആവശ്യമില്ലാണ്ട് എന്തിനാ എണ്ണ എന്ന് വിചാരിച്ചു. കാരണം ഒരുപാടൊന്നും ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ തീർന്നോളൂ കേട്ടോ ഇത്. അപ്പോൾ ബാക്കി വന്ന ഐറ്റംസ് ഇതുപോലെ ഒരു കുട്ടി ബക്കറ്റിലാക്കിയിട്ടാണ് ഞാൻ മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം അതെല്ലാം കഴിയുമ്പം ഇത് ക്രഷ് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പം നമ്മൾ ആ മീൻ ഏകദേശം മസാല പിടിച്ചപ്പോൾ ഞാൻ ഉച്ചക്കിലേക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉണ്ടല്ലോ, ഉപ്പേരി വെച്ചില്ല. അപ്പോൾ തോന്നുന്നു നല്ലൊരു സാലഡ് ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് നോക്കാം. വെയിറ്റ് ലോസിനും കൂടെ പറ്റിയ സംഭവമാണ് കേട്ടോ. ഉള്ളി ഇട്ടിട്ടുണ്ട്, സുക്കിനി ഇട്ടിട്ടുണ്ട്, പിന്നെ അനാർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ആപ്പിൾ. ഒന്നൊന്നും വേണമെന്നില്ല, പകുതിയൊക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പെപ്പറും ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ പുഴുങ്ങി പിച്ചി ഇട്ടാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. ഇനി നെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചു തരാം. പിന്നെ ഇച്ചിരി നാരങ്ങ ഒന്ന് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്, പറയാനും കിട്ടുന്നില്ല അല്ലേ. ഓക്കെ, പിഴിഞ്ഞെടുക്കുന്നുണ്ട്, നമുക്കതാണ് സെറ്റാവുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതങ്ങ് കഴിക്കുക, ചോറിന് പകരമൊക്കെ കഴിക്കുക കേട്ടോ. തടി പമ്പ കിടക്കും എന്ന് പറഞ്ഞിട്ട് എന്താണ് ലിമിത്ത തടി പറയാത്തത് എന്നല്ലേ പലരും വിചാരിക്കുക. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ കമൻറ്റും ഇവിടെ നിരോധിച്ചിരിക്കുന്നു. അവസാനം നിങ്ങൾ എന്ത് കമൻറ്റ് ഇടും എന്ന് വരെ ആലോചിക്കേണ്ടി വരില്ലേ. അങ്ങനെ നമ്മുടെ പാത്രക്കട കണ്ടിട്ട് എൻ്റെ അമ്മ ചിരിച്ച് മരിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ കമൻറ്റ്സ് കണ്ടിട്ട്. എൻ്റെ അമ്മായിമ്മനെ പോലെ തന്നെ പാത്രം മേടിച്ച് കൂട്ടുന്ന സ്വഭാവം കുറേ പേർക്കുണ്ട് എന്നുള്ളത് എനിക്കപ്പം മനസ്സിലായിട്ടോ. കുറേ എണ്ണത്തിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാ ഇത്ര പാത്രങ്ങൾ? എനിക്കറിയില്ല. എല്ലാ വർഷവും എടുക്കും, അതിനെ എന്താ പറയുക, കഴുകും, ഉണക്കും, മേലോട്ട് കയറ്റി വയ്ക്കും. ഇതേ തന്നെ വർഷങ്ങളായിട്ട് നടക്കുന്ന എന്താ പറയുക, ഒരു ആചാരം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം എന്നൊക്കെ പറയില്ലേ പണ്ടുള്ള ഒരു വർഷങ്ങളായിട്ട് ഓരോ കീഴ്വഴക്കങ്ങൾ, അത്ര തന്നെയല്ലേ. അങ്ങനെ ആവശ്യം വരും, നോക്കാം. ചിലപ്പോൾ എൻ്റെ മരുമക്കൾക്കൊക്കെ ആവശ്യം വന്നാലോ അവരെടുത്തോട്ടെ. എന്തായാലും എനിക്ക് അങ്ങനെ ആവശ്യമൊന്നും വരില്ല കേട്ടോ.
ഞാനുണ്ടല്ലോ പണ്ട് ഒരു ചട്ടി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചാറും ചോറും ഉപ്പേരിയൊക്കെ വയ്ക്കുന്ന സ്വഭാവമായിരുന്നു എനിക്ക്. ഇപ്പോഴാണ് ഞാൻ വീണ്ടും ഒരുപാട് പാത്രങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയ സമയത്ത്. കാരണം നമുക്ക് പാത്രം കഴുകി എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പം ലാസ്റ്റ് ഒരൊറ്റ കഴുകലായിരിക്കും കേട്ടോ. അതായത് രാത്രിയല്ല, രാവിലെ തന്നെ കഴുകും, ഉച്ചയ്ക്ക് തന്നെ കഴുകും. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ചേച്ചി ഫുള്ള് ക്ലീനാക്കി സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൊടിയൊക്കെ അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. ഇനി കുറച്ച് കാലത്തിന് അവിടെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ തന്നെ ഉള്ളൂ അല്ലേ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. 100K ആവാനായി നോമ്പായതുകൊണ്ട് നമുക്ക് സെലിബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ 100Kൻ്റെ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എനിക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്, നമുക്ക് അപ്പോഴല്ലേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഈവനിങ് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ചായ വയ്ക്കുന്നു, ചായ കുടിക്കുന്നു. എനിക്ക് ചായ എന്നുള്ളൊരു വെളിപ്പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ പേരിട്ട് ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞങ്ങളാണ് ഇട്ട് എന്നുള്ളൊരു കമൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ചായ വയ്ക്കാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനി വരാം. ഇഫ്താർ സ്പെഷ്യലൊക്കെ ആയിട്ട് വരാം. ഒരുപാട് ഐറ്റംസൊക്കെ കൊണ്ടുവരണം എന്ന് ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ട്. നടക്കുമോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ ഹെൽത്തിനൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ. വ്ളോഗ് സെക്കൻഡറി ആണ്, ഫസ്റ്റ് നമുക്ക് നോമ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം അതിനനുസരിച്ചിരിക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ഡെയിലി ഇടാൻ പറ്റില്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് സെറ്റാക്കാം. മാക്സിമം ഞാൻ ഡെയിലി ഇടാൻ നോക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. എല്ലാവരും അടിപൊളിയായിട്ട് നോമ്പെടുക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, വെള്ളം ധാരാളം കുടിക്കുക.